മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല പിതാവാം ദൈവമേ, स्वर्गीय पिता, इस सुंदर समय के लिए हम धन्यवाद और स्तुति करते हैं प्रभु। ഈ അനുഗ്രഹീതമായ സന്ധ്യയുടെ യാമത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. शाम की समय के लिए हम आपको धन्यवाद करते हैं प्रभु। അപ്പാ, അവിടുത്തെ തിരുപ്പാദപ്രതിലിരുന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ പഠിപ്പാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ വീണ്ടും സുഖബലം ആരോഗ്യത്തോടെ കൊണ്ടുവന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. परमेश्वर, आपके चरणों में बैठ के फिर से आपसे वचन से सीखने के लिए हमें एक बार और आप लेके आए, इसलिए हम धन्यवाद करते हैं प्रभु। കർത്താവേ, ഞങ്ങളുടെ ബുദ്ധികളെ തുറന്ന് കർത്താവ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി മനസ്സിലാക്കുവാനും പഠിപ്പാനും ദൈവമായ കർത്താവ് സഹായിക്കണം. परमेश्वर, हमारे बुद्धियों को खोल के आपके वचन को सीखने के लिए और समझने के लिए हमें मदद करिए प्रभु। ഞങ്ങളെ കാണുന്നവരെയും കേൾക്കുന്നവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നിയന്ത്രിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर, हमें देखने वालों को और सुनने वालों को आप सहायता करिए। അടിയങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. हमें सिखाइए प्रभु। അടിയങ്ങളുടെ കർത്താവെ, ഇൻ്റർനെറ്റ് കണക്ഷൻ, സൂം കണക്ഷൻ, കർത്താവെ, ഫേസ്ബുക്കിൻ്റെ, യൂട്യൂബിൻ്റെ എല്ലാ കർത്താവെ ഹല്ലേലൂയ ടെക്നോളജിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. परमेश्वर, सारे मीडियाओं की टेक्नोलॉजियों का आपके हाथ में समर्पण करते हैं। അവിടുന്ന് ഹല്ലേലൂയ സ്തോത്രം കർത്താവെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ കർത്താവെ. परमेश्वर, आपके हाथ में समर्पण करते हैं, आप काम करिए प्रभु। കർത്താവ് പ്രവർത്തിക്കണം, आप काम करिए, അത്ഭുതം ചെയ്യണം, चमत्कार करिए प्रभु। ഇടപെടണം, हमसे बात करिए प्रभु। പഠിപ്പിക്കണം, हमें सिखाइए, മനസ്സിലാക്കി തരണം, हमें समझाइए, കരം പിടിച്ച് വഴി നടത്തണം. हाथ धर के നമ്മുടെ चलाइए, കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण करते യേശുവിന്റെ हैं। നാമത്തിൽ ചോദിക്കുന്നു, यीशु मसीह के नाम से हमने मांगा है। ഉത്തരമരണമേ യേശുവിൻ നല്ല പിതാവേ. कृपा से सुने और उत्तर दीजिए प्रभु परमेश्वर। ആമേൻ. ഹല്ലേലൂയ. हालेलुया। ഈ രാത്രികാലം ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ സ്നേഹവന്ദനം അറിയിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. आज शाम के समय में हमारे साथ जो भी परमेश्वर के वचन सीखना चाहते हैं और ज्वाइन करना चाहते हैं, सबको परमेश्वर यीशु मसीह के नाम से हम स्वागत करते हैं। ദൈവം വലിയവനാണ്. ഹല്ലേലൂയ. परमेश्वर महान അവന്റെ परमेश्वर, കൃപയും അതുപോലെ വലിയവയാണ്. उनका कृपा भी महान ഒരു നാളും ദൈവം നമ്മെ കൈവിടുകയില്ല. कभी भी वो हमें त्यागेगा नहीं। കർത്താവിന്റെ കുഞ്ഞുങ്ങളെ അത്ഭുതകരമായി നടത്തുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर अपने बच्चों को अच्छी तरह चलाना चाहते हैं। ഹല്ലേലൂയ. ദൈവം അതുകൊണ്ട് ഹല്ലേലൂയ തന്റെ കുഞ്ഞുങ്ങളെ കരം പിടിച്ച് നടത്തുന്നു. परमेश्वर अपने हाथ धर के हमें चलाते हैं। ദൈവത്തിന്റെ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर की उस कृपाओं के लिए हम നമുക്കൊരു धन्यवाद പാട്ട് करते പാടി ഹല്ലേലൂയ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുക. हैं। हम एक गाना गा के परमेश्वर को स्तुति करके हम क्लास में जाएंगे। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. हालेलुया। हालेलुया। പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചേർന്ന് ഞങ്ങളോടുകൂടെ ചേർന്ന് ഹല്ലേലൂയ സ്ക്രീനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിരിക്കുന്ന പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാമാരാണ്. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഓ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ നിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഓ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഓ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പെന്തക്കോസ്തു
ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കഴുകനെ പോലെ ചിറകടിച്ചുയരാ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാ. കഴുകനെ പോലെ ചിറകടിച്ചുയരാ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാ. കാത്തിരിക്കും ഇതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കാൻ എന്റെ ഉള്ളിൽ വാ. കാത്തിരിക്കും ഇതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കാൻ എന്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയെത്തിയേ, മുൾപടർപ്പിൽ മോശമേൽ ഇറങ്ങിയെത്തിയേ. ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയെത്തിയേ, മുൾപടർപ്പിൽ മോശമേൽ ഇറങ്ങിയെത്തിയേ. ദേഹരൂപത്തിൽ ഇറങ്ങി വാ, ഒരു പ്രാവു പോൽ പറന്നിറങ്ങി വാ. ദേഹരൂപത്തിൽ ഇറങ്ങി വാ, ഒരു പ്രാവു പോൽ പറന്നിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആമേൻ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഞ്ഞു മഴ പോലെ പെയ്തിറങ്ങി വാ. പിതാവേ, ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. परमेश्वर एक बार और हम आपके चरणों में समर्पण करते हैं प्रभु। കർത്താവിന്റെ കരം നീട്ടി കർത്താവ് ഞങ്ങളെ ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. आपके हाथ बढ़ा के हमें आशीष करिए प्रभु। ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ കർത്താവ്. आपके नाम की महिमा हो प्रभु। കർത്താവ് ഞങ്ങളോട് കൂടിയിരിക്കണമേ. आप हमारे साथ रहिए। അല്ല ഞങ്ങളോട് കർത്താവ് ഇടപെടണമേ, हमसे बात करिए प्रभु। സംസാരിക്കണമേ, आप बात करिए प्रभु। പഠിപ്പിക്കണമേ, हमें सिखाइए। എല്ലാവരെയും അനുഗ്രഹിക്കണം. हर किसी को आप आशीष करिए। കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण അവിടെ करते ഞങ്ങളുടെ हैं। പ്രാർത്ഥന കടന്നാൽ സ്തോത്രം आपने ചെയ്യുന്നു. मेरे प्रार्थनाओं को सुना इसलिए धन्यवाद। യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. यीशु मसीह के नाम से हमने प्रार्थना की। കൃപ തോന്നി ഉത്തരം നമ്മെ യേശുവിന്റെ നല്ല सुनो और कबूल करो हमारे ईश्वर की अपेक्षा। ആമേൻ. आमीन। ഹല്ലേലൂയ. हालेलुया। Thank you Lord Jesus।
Glory to Jesus. Hallelujah. Amen. Hallelujah. Thank you, ദൈവത്തിന്റെ Lord. നാമം ഈ രാത്രികാലം വീണ്ടും എത്തപ്പെടുമാറാകട്ടെ. Amen. परमेश्वर के नाम की स्तुति हो. ഹല്ലേലൂയ. Hallelujah. ദൈവം ധാരാളമായി ഹല്ലേലൂയ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर आज शाम के समय हर किसी को आशीष करने पाए. Praise the Lord. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ വചനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ ആഴമായി അനേക കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അനേക കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാനിടയായി. पिछले दिनों में पवित्र आत्मा के बारे में हम सीख के आ रहे हैं. हमने बहुत कुछ पवित्र आत्मा के बारे में सीखा है. परमेश्वर ने हमें सिखाया है. ഹല്ലേലൂയ. Hallelujah. Praise the Lord. GPM ഏതെങ്കിലും ചെന്ന് സൗണ്ട് Hallelujah. ജിഫി ഹലോ സൗണ്ട് கிடைக்குதா சிஸ்டர்? கேக்குதா? ஓகே குட். பிரைஸ் எல்லாம் ஹல்லேலூயா. பிரைஸ் எல்லாம். இன்னைக்கு கிளாஸ் மலையாளத்தில் இருக்கும். சொல்கிறேன், நீங்கள் புரிஞ்சுக்கங்க. இடையில தமிழில் வேணா சொல்லுங்கள். பிரைஸ் எல்லாம் ஹல்லேலூயா. Hallelujah. பிரைஸ் எல்லாம் ഹല്ലേലൂയ. Praise the Lord. അനേക കാര്യങ്ങൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. हम पिछले दिनों में पवित्र आत्मा के बारे में सीख के आ रहे हैं. അല്ല, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചു പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കുമ്പോൾ पिछले दिनों में हमने सीखा है कि जब पवित्र आत्मा को हम पाते हैं നമുക്കൊരു അടയാളം ദൈവം തരും. हमें उसके लिए एक निशाना मिलेगा. ചുമ്മാ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നല്ല, खाली पवित्र आत्मा को पाना नहीं. അതിൻ്റെതായ വികാര പ്രകടനങ്ങൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അത് പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനങ്ങളും പ്രകൃതികളും ഒക്കെ നമ്മുടെ ശരീരത്തിന് അറിയുവാൻ കഴിയും. पवित्र आत्मा को पाने के बाद उसके जो सिम्टम्स जो है पवित्र आत्मा को पाया है करके वो हमें समझ में आ എന്നാൽ जाए. അതേ സമയത്ത് उसके साथ साथ നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നുള്ളതിന് നമുക്കൊരു ഉറപ്പ് ദൈവം തരുന്ന ഒരു അടയാളമാണ് അന്യഭാഷ എന്ന് പറയുന്നത്. उस पवित्र आत्मा को हमने पाया है करके हमारे अंदर एक निर्णय आने के लिए परमेश्वर हमें देता है अन्य भाषा. ആ അന്യഭാഷയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മളത് പ്രാപിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ നമുക്കൊരു ഉറപ്പാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചു എന്നുള്ളത്. जब हम पवित्र आत्मा को पाया है करके हमारे अंदर एक स्थिरता एक बल सामर्थ्य आ जाता है कि हम अन्य भाषा को जब हम बोलने लगते ആ हैं. അന്യഭാഷ ദൈവം നമുക്ക് എന്തിനാണ് തരുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടുവന്നത്. हम पिछले दिनों में ये सीखा है कि हमें अन्य भाषा क्यों देता है. ഒന്ന് രണ്ട് പോയിന്റുകളോട് അതിനുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ്. एक दो बातें हम उसके साथ जोड़ते हुए सीखना चाहते ഈ हैं. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരുമ്പോൾ അതിൽ കൂടെ ദൈവവുമായിട്ടുള്ള ഒരു ഉറ്റ ബന്ധം അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ദൈവം. जब पवित्र आत्मा हमें मिलता है तो अन्य भाषा में जब हम बोलने लगते हैं तो परमेश्वर के साथ हमारा रिश्ता और दृढ़ बन जाते हैं. നമ്മൾ തിരുവനന്തപുരത്തിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ നിങ്ങളോട് പറയാം. हम परमेश्वर के वचन से एक दो वचन पढ़ेंगे तो हमें और उसमें स्थिरता मिलेगा. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. पहला कुरिन्थी उसका 14:2 में ऐसे लिखा है. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്തെ സംസാരിക്കുന്നത്. जब क्योंकि जो अन्य भाषा में बातें करता है वो मनुष्यों से नहीं परंतु परमेश्वर से बातें करता है. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, इसलिए कि उसकी कोई എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. इसलिए कोई उसकी कोई नहीं समझता क्योंकि वो भेद की बातें आत्मा में होकर बोलता है. ആമേൻ. हालेलुया. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്യഭാഷ ദൈവം തന്നിരിക്കുമ്പോൾ ദൈവവുമായിട്ട് സംസാരിക്കാൻ ഒരു പ്രത്യേക ഭാഷ ദൈവം നമുക്ക് തരികയാണ്. जब परमेश्वर से बातें करने के लिए जब हम पवित्र आत्मा को पाने के बाद परमेश्वर हमें आपस में बात करने के लिए परमेश्वर से हमें रिश्ता बनाने के लिए परमेश्वर देने वाली बातें अन्य भाषा. ഹല്ലേലൂയ. हालेलुया. നാം മനുഷ്യരാണ്, നമ്മൾ ഫിസിക്കലി ബോഡിയാണ്. हम एक शारीरिक तरह के लोग हैं ഹല്ലേലൂയ. ദൈവം ആത്മാവാണ്. लेकिन परमेश्वर आत्मा है. അപ്പോൾ ആത്മാവായിരിക്കുന്ന ദൈവത്തോട് ഫിസിക്കലായ ബോഡിയുമായി നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല, ഇന്ററാക്ട് ചെയ്യാനൊക്കത്തില്ല. उस आत्मिक रीति की परमेश्वर से हम अपने शरीर से बात नहीं कर सकता. ഹല്ലേലൂയ. हालेलुया. ദൈവം സർവശക്തനാണ്. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഭാഷയിൽ ലൗകികപരമായിരിക്കുന്ന ഭാഷയിൽ നമ്മൾ സംസാരിച്ചാലും ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയും. അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. परमेश्वर सर्वशक्तिमान है. हम कोई भी रीति से परमेश्वर से बात करेंगे तो परमेश्वर समझ तो जाएगा लेकिन मेरा मतलब वो नहीं है. എന്നാൽ ആ ഫിസിക്കലായിട്ടുള്ള ഭാഷയ്ക്ക് ദൈവവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുവാൻ ചില പരിമിതികളുണ്ട്.
लेकिन उस शारीरिक तरह की रिश्ता से परमेश्वर को कुछ सीमित सीमा है परमेश्वर हमसे बात करने की। നമ്മൾ ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നോർമലായി പോയി പ്രാർത്ഥനയിലിരിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അതാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ സംസാരിക്കുന്നത്. जब हम प्रार्थना करते हैं परमेश्वर के सामने प्रार्थना के लिए बैठते हैं तो आप अपने बुद्धि के अनुसार प्रार्थना करते हैं. എന്നാൽ അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ लेकिन अब आत्मा में बात करते हैं या अन्य भाषा में बात करते हैं നമ്മുടെ ബുദ്ധി പൂർണ്ണമായി അധമമായി ഇരിക്കുകയും നമ്മുടെ ആത്മാവ് തുറക്കപ്പെടുകയും ചെയ്യും. हमारे आत्मा हमारी जो बुद्धि जो है बंद हो जाती है, हमारी आत्मा काम करने लगती है. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കിടക്കുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ദൈവത്തോട് സംസാരിക്കാനിടയാവും. ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കാനിടയാവും. हमारे दिल के अंदर की बातें जो है हमारे जो आत्मा जो है परमेश्वर की उस पवित्र आत्मा के साथ मिलके बातें करने लगेगा परमेश्वर से. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പരിമിതിയുള്ളതായിരിക്കുന്ന ആ നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയുടെ പരിമിതികൾക്ക് അപ്പുറത്ത് നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു മീഡിയമാണ് അന്യഭാഷ എന്ന് പറയുന്നത്. हमारी सीमा से बढ़कर हम परमेश्वर से बात करने के लिए परमेश्वर की तरफ से मिलने वाला एक रास्ता है ये जो पवित्र आत्मा या अन्य भाषा. നമ്മൾ ബുദ്ധി കൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ അധികമായി ദൈവിക കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുവാനായിട്ട് കഴിയും. हम बुद्धि से बढ़कर हम पवित्र आत्मा में अन्य भाषा में बात कर सकते हैं. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അന്തരാത്മാവിൽ നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആഴമായി ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പഠിപ്പിക്കുന്ന അനേക മർമ്മങ്ങളെ നമുക്ക് ഗ്രഹിച്ചെടുക്കുവാൻ കഴിയും. उस अन्य भाषा में जब हम बात करते हैं तो परमेश्वर की बात जो है पवित्र आत्मा में सिखाता है वो हम ज़्यादा समझ सकते हैं. നിങ്ങൾ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 ഭാഗങ്ങൾ നമ്മൾ വേണമെങ്കിൽ ഒന്ന് വായിച്ച് ജസ്റ്റ് കടന്നു പോകാം. हम पहले कुरिन्थियों के एक आध भाग को पढ़ के आगे बढ़ सकते हैं. 2-ാം അധ്യായം അതിന്റെ कुरिन्थियों की किताब उसका 2 अध्याय 10-ാമത്തെ വാക്യം മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാൻ പോവുകയാണ്. पहला कुरिन्थी उसका 2 का 10 से लेके मैं आगे पढ़ना चाहता हूँ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യനിൽ ആരറിയും. ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നും ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് പോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതായാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. आमीन. हालेलुया. पहला कुरिन्थी उसका 2 का 10 से लेकर 15 तक पढ़ रही हूँ. परंतु परमेश्वर ने उनको अपने आत्मा के द्वारा हम पर प्रकट किया, क्योंकि आत्मा सब बातें वरना परमेश्वर की गूढ़ बातें भी जानता है. मनुष्यों में से कौन किसी मनुष्य की बातें जानता है? केवल मनुष्य की आत्मा जो उसमें है. वैसे ही परमेश्वर की बातें भी कोई नहीं जानता, केवल परमेश्वर का आत्मा. परंतु हमने संसार की आत्मा नहीं, परंतु वो आत्मा पाया है जो परमेश्वर की ओर से है, कि हम उन बातों को जाने जो परमेश्वर ने हमें दी है, जिनको हम मनुष्यों को ज्ञान सिखाई हुई बातों में नहीं, परंतु आत्मा की सिखाई हुई बातों में आत्मिक बातों से मिलाकर सुनाते हैं. परंतु शारीरिक मनुष्य परमेश्वर की आत्मा की बातें ग्रहण नहीं करता, क्योंकि वे उसकी दृष्टि में मूर्खता की बातें हैं, और ना वो उन्हें जान सकता है, क्योंकि उनकी जांच आत्मिक रीति से होती है. आत्मिक जन सब कुछ जानता है, परंतु वो आप किसी से जांचा नहीं चाहता. ആമേൻ. ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്. 13-ഉം 14-ഉം ഒന്നുകൂടെ വായിക്കും, ശ്രദ്ധിക്കുക. 13 और 14 में एक बार आपको पढ़ना चाहता हूँ. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല. वो हम मनुष्यों की ज्ञान की सिखाई हुई बातें नहीं. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷകളിൽ മനുഷ്യന്റെ ലിമിറ്റേഷന്റെ ഉള്ളിൽ നിൽക്കുന്ന ശബ്ദങ്ങൾ കൊണ്ട് ഭാഷകൾ കൊണ്ടല്ലാതെ പിന്നെയോ इसका मतलब कि इंसान की मुंह से निकलने वाले जो शारीरिक तरफ से निकलने वाली बातों से नहीं, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. आत्मा में वो जो परमेश्वर की ओर से है, हम उन बातों को परमेश्वर के हम दूसरों को सिखाते हैं. അപ്പം അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകപരമായിരിക്കുന്ന അറിവിനേക്കാളും ഏറ്റവും
ആഴമേറിയ അറിവുകൾ, രഹസ്യങ്ങൾ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് इसका ഇടയാകും. मतलब है कि लौकिक रीति के ज्ञान से बढ़कर परमेश्वर की उस जो ज्ञान जो है पवित्र आत्मा में सिखाएगा. 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. परंतु शारीरिक मनुष्य परमेश्वर की आत्मा की बातें ग्रहण नहीं करता. ഹല്ലേലൂയ. हालेलुया. അത് അവന് പോഷത്വമാകുന്നു. ആത്മീയമായത് വിവേചിക്കേണ്ടതായാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയത്തില്ല. क्योंकि वे उसकी दृष्टि में मूर्खता की बातें है और ना उन्हें वो जान सकता है. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ആ ദൈവാത്മാവുമായിട്ട് ബന്ധമുള്ള, ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ പോകുന്ന വഴികളും ദൈവാത്മാവ് അഭിഷേകം ഇല്ലാത്തവൻ പോകുന്ന വഴികളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ തിരിച്ചറിയാൻ കഴിയും. हम देख सकते हैं कि एक परमेश्वर की आत्मा या पवित्र आत्मा पाया हुआ व्यक्ति चलने वाला रास्ता और जिनके अंदर पवित्र आत्मा नहीं है वो व्यक्ति कहाँ जा रहे हैं. പൗലോസ് ഒരിടത്ത് ഇങ്ങനെ പറയാനായിട്ടിടയായി, അവിശ്വാസികളോട് നിങ്ങൾ ഇണയില്ലാപ്പിണ കൂടരുത്. क्योंकि पौल हमें सिखाता है, अपने वचन में लिखा हुआ है कि हम अविश्वासियों के साथ रिश्ता न बनाएं. അവിശ്വാസികളെന്ന് പൗലവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ലോകപരമായിരിക്കുന്ന ദൈവത്തെ അറിയാത്തവരെ കുറിച്ചല്ല. अब हमें इसका मतलब ये नहीं कि दुनियादारी के लोगों के साथ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ പ്രാകൃത മനുഷ്യനെ കുറിച്ചാണ്. ये जो लौकिक इंसान के बारे में लिखा है. പ്രാകൃത മനുഷ്യൻ लौकिक इंसान ദൈവത്തെ അറിഞ്ഞെന്ന് പറയുകയും जो परमेश्वर को जानता है करके बताते हैं, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. लेकिन पवित्र आत्मा के अनुसार नहीं चलने वाले लोग, അവര് പ്രാകൃത മനുഷ്യരാ. वो लोग लौकिक लोग, അവരെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. उनके बारे में पौल कहते हैं അവന് ഇത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. वो ये नहीं समझ सकता. ദൈവാത്മാവിന്റെ ഉപദേശം അവൻ കൈക്കൊള്ളുന്നില്ല. परमेश्वर की बातें, जो पवित्र आत्मा की बातें, वो नहीं समझ കാരണം सकता. ആത്മീയമായ കാര്യങ്ങൾ വിവേചിച്ചറിയേണ്ടതാണ്. क्योंकि आत्मिक रीति की बातें जो है हमें जांच के देखना है. നമ്മളത് വിവേചിച്ചറിയാതെ ലോകപരമായിരിക്കുന്ന കണ്ണുകൾ കൊണ്ട് കണ്ടാൽ അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. हम उसको जांचे बिना हम इस लौकिक रीति की आंखों से अगर उसको देखेंगे तो हम गलत फंस जाएंगे. അവിടെ പരിശുദ്ധാത്മ വ്യക്തമാക്കുന്ന ഒരു കാര്യം वहाँ पे पवित्र आत्मा में साफ दिखाता है, പൗലോസ് പറയുന്നുണ്ട് വ്യക്തമായിട്ട്, ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല, हम जो चलते हैं वो ये साधारण आंखों से, लौकिक आंखों से नहीं, വിശ്വാസത്താല ഞങ്ങൾ നടക്കുന്നത്. हम अपने विश्वास से चलते हैं. അപ്പൊ അതെന്താ അതിന്റെ അർത്ഥം എന്താ? इसका मतलब क्या है? ലോകപരമായിരിക്കുന്ന മനുഷ്യൻ നടക്കുന്നത് പോലെയല്ല ഒരു ആത്മീയൻ നടക്കുന്നുവെന്ന് അതിന്റെ അർത്ഥം. आत्मिक व्यक्ति इस लौकिक व्यक्ति के जैसा नहीं चलते हैं. ഹല്ലേലൂയ. हालेलुया. ലോകപരമായ മനുഷ്യൻ കാണുന്നത് പോലെയല്ല ഒരു കാര്യത്തെ കുറിച്ചുള്ള ആത്മീയന്റെ കാഴ്ചപ്പാട്. एक दुनियादारी इंसान के जैसा नहीं है एक आत्मिक व्यक्ति का जो दर्शन. അതിനെ മനോഹരമായിട്ട് എബ്രായ ലേഖനക്കാരൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. उसमें इब्रानियों की किताब में ऐसे लिखा है, ഇസ്രായേൽ ജനങ്ങൾ വിശ്വാസത്താൽ ചെങ്കടൽ കടന്നു. इस्राएल के लोग विश्वास के द्वारा उस लाल समुद्र को पार किया. ആമേൻ. എന്നാൽ ആത്മീയരല്ലാത്ത മിസ്രൈമ്യർ അതുപോലെ ശ്രമിച്ചു നോക്കി. जो विश्वासी नहीं है, जो अविश्वासी लोग हैं, मिस्रैम के लोग वैसा करना चाहा, അവരെ കൊണ്ട് അത് കഴിഞ്ഞില്ല. लेकिन उनसे नहीं हो पाया. അതാണ് ഇവിടെ പൗലോസ് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. यहाँ पे पौल साफ हमें समझाते हैं, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നത് പോലെ ലൗകികന് നടക്കുവാൻ കഴിയത്തില്ല, അവനത് വിവേചിക്കാൻ കഴിയത്തില്ല, അവനത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. आमीन. जैसे एक आत्मिक व्यक्ति चलता है वैसे इस दुनिया के व्यक्ति, दुनिया के लोग या परमेश्वर को नहीं जाना वो लोग नहीं चल सकते. അതിനകത്തൊരു വാക്ക് ഇങ്ങനെ പൗലോസ് പറയുന്നത് 14, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അടുത്ത് അത് അവന് പോഷത്വമാകുന്നു. वहाँ पे लिखा है, शारीरिक मनुष्य परमेश्वर की आत्मा की बातें ग्रहण नहीं करता क्योंकि वे उसके दृष्टि में मूर्खता അത് है. വളരെ വളരെ സത്യമായ ഒരു കാര്യമാണ് കേട്ടോ. ये बहुत सच्चाई की बातें हैं. ഒരു ആത്മീയൻ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ, एक आत्मिक व्यक्ति एक दूसरे से अपनी बातें जब शेयर करते हैं, ആത്മീയരായിരിക്കുന്നവരെല്ലാം അത് അതുപോലെ ഏറ്റെടുക്കും. जो आत्मिक लोग हैं वो वैसे ही ले लेगा. എന്നാൽ പ്രാകൃതൻ അല്ലെങ്കിൽ ആത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്തവൻ, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാത്ത വ്യക്തി അതിനെ നിരാകരിച്ചു കളയും, അതിനെ എന്ത് ചെയ്യും, നെവർ മൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ കളിയാക്കും. हाँ, लेकिन जो अविश्वासी व्यक्ति को अगर आप वही बातें, सेम बातें अगर उसको बताएंगे तो वो उसको स्वीकार नहीं करेगा. ദാവീദ് 1-ാം സങ്കീർത്തനത്തിനകത്ത് ആദ്യത്തെ 1-2 വാക്യങ്ങൾ ഇവരെ കുറിച്ചാണ് പറയുന്നത്. दाऊद जो है भजन संहिता में 1 अध्याय में उनके बारे में लिखा है, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാനും പാപികളുടെ വഴിയിൽ നിൽക്കാനും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന് പറഞ്ഞാൽ ലോകപരമായിട്ടുള്ളവരെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്.
आज जो दुष्ट के लोगों के बीच में ना बैठो करके वहाँ बताने का मतलब ये ऐसे लोगों के लिए नहीं है। ഇത് മൂന്നും ദൈവമക്കൾ എന്നുള്ള പേരുണ്ടെങ്കിലും ആത്മാവിനെ അനുസരിച്ച് നടക്കാത്ത പ്രാകൃത മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ये उस प्राकृतिक लोगों के मतलब इंसान जो लौकिक इंसान के बारे में बता रहे जो परमेश्वर को नहीं जानते। അവന് ആത്മീയ ഉപദേശം മനസ്സിലാക്കാൻ പാടാ. वो परमेश्वर की उस बातों को समझना കാരണം मुश्किल ഇത് है। ദൈവീയ മർമ്മമായിരിക്കുന്നത് കൊണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് മാത്രമേ അത് മനസ്സിലാക്കി തരത്തുള്ളൂ. वो इसलिए कि परमेश्वर की गुप्त बातें अगर आपको समझना है तो वो पवित्र आत्मा ही आपको समझा അപ്പൊ सकता ഞാൻ है। മടങ്ങി വരട്ടെ. നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ അന്യഭാഷയിൽ നാം തുടർന്ന് സംസാരിക്കുമ്പോൾ जब हम पवित्र आत्मा को पाने के बाद अन्य भाषा में बातें करते हैं അത് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഒരിക്കൽ കൂടെ കൂട്ടി ഉറപ്പിക്കുകയാണ്. वो हमारे परमेश्वर की रिश्ता को एक बार और दृढ़ बनाते हैं। ഞാൻ ഒരു കാര്യം കൂടെ അവിടെ നിങ്ങൾക്ക് തെളിയിച്ചിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. मैं आपको वहाँ पे साफ करना चाहता हूँ। ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ നമ്മുടെ ദേശത്തു നിന്നും വേറൊരു ദേശത്ത് പോയി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മൾ വേറൊരു ദേശത്ത് പോയി താമസിക്കുന്നു വിചാരിച്ചോളൂ. आप ऐसे सोच के देख लीजिएगा कि आप अपने देश छोड़ के एक दूसरे देश में जाके बस गया। നമ്മുടെ ഭാഷ, നമ്മുടെ മാതൃഭാഷ അല്ലാതെ ഒരു ഭാഷയുള്ള സ്ഥലത്ത് നമ്മൾ താമസിക്കുന്നു. हम अपनी जो अपना भाषा है उसको छोड़ के कोई अपना नहीं जानने वाले एक देश में जाकर रहते हैं। നിങ്ങൾ ആ ദേശത്തിന്റെ ഭാഷ പഠിക്കാതിരിക്കുന്നിടത്തോളം കാലം ആ അയൽവക്കക്കാരുമായിട്ട് നിങ്ങൾ താമസിക്കുന്നതുമായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലവുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഗേപ്പ് ഉണ്ടാകും ആ റിലേഷൻഷിപ്പിനകത്ത്. जब तक आप उस देश की भाषा नहीं समझ पाएंगे या सीख नहीं पाएंगे तब तक आपको वहाँ के लोगों से बात करने में, आस पड़ोस में रिश्ता रखने के लिए आपको मुश्किल होगा। പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. बहुत सारी बातें आप नहीं समझ എന്നാൽ पाएंगे। നിങ്ങൾ ഭാഷ പഠിക്കുകയും लेकिन आप भाषा सीखने के बाद കൂടുതൽ ഭാഷ സംസാരിക്കുകയും അത് ഗ്രഹിച്ചെടുക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ जब वो भाषा ज्यादा बोलने लगेंगे और समझने लगेंगे ആ ഭാഷയിലുള്ള ആ ദേശത്തുള്ള അനേക കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. उस देश की बहुत सारी बातें आप और समझ पाएंगे। ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അന്യഭാഷ സംസാരിക്കുന്നതിനുള്ള അനുഗ്രഹത്തെ പറ്റി പറഞ്ഞു വരികയാണ്. मैं समझता हूँ अभी आपको और साफ हो गया होगा। എന്ന് പറഞ്ഞതുപോലെ ദൈവവുമായിട്ട് പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെക്കാൾ അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. क्योंकि पौल कहता है कि मैं तुमसे ज्यादा अन्य भाषा में बात करता हूँ, इसलिए मैं परमेश्वर को और ज्यादा धन्यवाद അപ്പൊ करता हूँ। എത്രയും കൂടുതൽ നമ്മൾ അന്യഭാഷ സംസാരിക്കുന്നോ അത്രയും കൂടുതൽ ദൈവിക മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. जितना ज्यादा हम अन्य भाषा में बात करते हैं उतनी ज्यादा परमेश्वर की उस गहराई को या गुप्त बातों को हम समझ सकते ഒന്ന് हैं। രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. एक दो बात मैं परमेश्वर की वजह से आपको बता के आगे बढ़ना चाहता हूँ। ദാവീദ് നല്ലൊരു പ്രവാചകനായിരുന്നു. दाऊद एक अच्छा भविष्यवक्ता था। അദ്ദേഹം ആത്മാവിൽ നിറഞ്ഞ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ സങ്കീർത്തനങ്ങളിൽ ഭൂരിപക്ഷം സങ്കീർത്തനങ്ങളും ആത്മാവിൽ അദ്ദേഹം പാടിയതാണ്. उनके जो जितने भी सारे भजन संगीत हम देखते हैं वो सारे जो आत्मा में भर के उन्होंने लिखा है। നമ്മൾ 1 കൊരിന്ത്യർ 2:15 വായിച്ചു. 15 വാക്യം ഇങ്ങനെ വായിച്ച് അവസാനിപ്പിച്ചു, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. पहला कुरिन्थी हमने ऐसे पढ़ा है कि आत्मिक व्यक्ति सब कुछ जानता है परंतु वो आप किसी से जाना नहीं जाता। എന്ന് പറഞ്ഞാൽ വിവേചിക്കപ്പെടുന്നില്ല. ആഴമായ കാര്യങ്ങളെക്കുറിച്ച് അല്ലെലിയ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. ആത്മീയന്റെ ഉള്ളിൽ കിടക്കുന്ന അദൈവിക മർമ്മങ്ങളുടെ പരിജ്ഞാനത്തെക്കുറിച്ച് ഭൗതികപരമായിരിക്കുന്നവന് പ്രാകൃത മനുഷ്യന് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. एक आत्मिक व्यक्ति की गहराई की बात, जो अंदर की बातें है, जो एक अविश्वासी व्यक्ति नहीं समझ पाएंगे। ഇതിനെയാണ് ദാവീദ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സങ്കീർത്തനത്തിൽ ഒരു വചനം അദ്ദേഹം പറയുന്നുണ്ട്, ആഴി ആഴിയെ വിളിക്കുന്നു. क्योंकि दाऊद जो है अपने भजन संगीता में लिखा है समुद्र जो है समुद्र को बुलाता है करके। ഹല്ലേലൂയ. हालेलुया। സങ്കീർത്തനം 4 അതിൻ്റെ 42 വാക്യം. भजन संगीता 42 का 7 में लिखा है, നീർച്ചാട്ടങ്ങളുടെ ഇരച്ചൽ ആഴി ആഴിയെ വിളിക്കുന്നു. तेरी जलधाराओं के शब्द सुनकर जल जल को पुकारता है। ഹല്ലേലൂയ. ഡീപ് കോൾ ആൻഡ് ടു ഡീപ്. ആഴി ആഴിയെ വിളിക്കുന്നു. वो जो जल जो है जल को बुलाता है या नदी नदी को बुलाता है। ആഴമായ വിഷയങ്ങൾ, മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ, जो इंसान से नहीं समझने वाली बातें, गहराई की बातें, ആഴമായി കിടക്കുന്നത്. वो जो गहराई में जो पड़ा हुआ है। 1 കൊരിന്ത്യർ 14 അധ്യായം നിങ്ങൾ 2 അധ്യായം നിങ്ങൾ മാറ്റരുത്. അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്, അതുകൊണ്ട് ഞാനത് പറഞ്ഞു പോട്ടെ. അവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ ദൈവത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് അറിയാവുള്ളൂ.
परमेश्वर की आत्मा ही परमेश्वर की गहराई को जानते हैं। ആമേൻ. हालेलुया। അതുപോലെ തന്നെ മനുഷ്യാത്മാവിന് മാത്രമേ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ആഴങ്ങളെ കുറിച്ച് മനസ്സിലാകത്തുള്ളൂ. वैसे ही इंसान के अंदर की आत्मा ही उस इंसान के अंदर की गहराई को जानता है। അതിന്റെ 11ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യം അവിടെ ഉണ്ട്. और 11 वचन में ऐसे लिखा है, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? मनुष्यों में से कौन किसी मनुष्य की बातें जानता है? केवल मनुष्य की आत्मा। എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും അവബോധ മനസ്സിലും കിടക്കുന്ന കാര്യങ്ങളെ മനുഷ്യ ആത്മാവിന് മാത്രമേ ഗ്രഹിച്ചറിയാൻ जो കഴിയൂ. इंसान की जो 3 जगह में जो पड़ा हुआ जो है बोध मन और अबोध मन और उसके तीनों जो मंडल में पड़ा हुआ जो सारी गहराई की गुप्त बातें जो है वो उसके आत्मा ही जानते हैं। അടുത്ത വാക്യം അതിന്റെ കണ്ടിന്യൂഷൻ വരികയാണ്. അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. वैसे ही परमेश्वर की जो गुप्त बातें गहराई की बातें वो परमेश्वर की आत्मा ही जानते हैं। ഇതിനെയാണ് ദാവീദ് പറഞ്ഞത്, ആഴിയെ വിളിക്കുന്നു. इसी को देख के दाऊद ने कहा है कि जल जल को पुकार रहे हैं। ആഴങ്ങളിൽ കിടക്കുന്ന കാര്യങ്ങൾ, അവബോധ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന അൺകോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ, അത് പരിശുദ്ധാത്മാവിന് മാത്രമേ വെളിപ്പെടുത്തി തരാനൊക്കെ. जो गहराई में पड़ी हुई बातें जो बिल्कुल जो कोई भी नहीं जानता, कोई आपको खुद को भी नहीं पता होगा, वैसी बातें जो परमेश्वर की भी गुप्त बातें जो है वो परमेश्वर की आत्मा ही അപ്പോൾ നമ്മൾ जानते हैं। അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? നാം ദൈവത്തിന്റെ ആത്മാവുമായി കണക്ട് ചെയ്യുകയാണ്. जब हम पवित्र आत्मा में बात करते हैं तो हम परमेश्वर की आत्मा से कनेक्ट हो जाते हैं। നമ്മൾ ആദ്യമേ വായിച്ചു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. हमने पहले भी पढ़ा है कि जो आत्मा में बात करते हैं वो परमेश्वर से बातें करते हैं। അല്ലെങ്കിൽ ഈ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഈ അന്യഭാഷയിലുള്ളതായിരിക്കുന്ന പ്രാർത്ഥനകളും ആരാധനകളും സ്തോത്രങ്ങളും സ്തുതികളുമൊക്കെയും ये जो अन्य भाषा में जो हम स्तुति और आराधना जो करते हैं, ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് പൂർണ്ണമായ ഉറപ്പ് നൽകുന്നുണ്ട്. ये पवित्र आत्मा के बारे में हमारे अंदर एक स्थिरता दिलाता है। അത് എപ്പോഴെല്ലാം നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുന്നോ അപ്പോഴെല്ലാം നമ്മുടെ ഉള്ളിലുള്ള നമ്മളിൽ ക്രിയ ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകും. जब भी हम अन्य भाषा में बात करते हैं तो हमारे अंदर ऐसे एक दृढ़ता आता है कि हमारे अंदर एक पवित्र आत्मा है करके। അത് പറയപ്പോ ദൈവത്തെക്കുറിച്ചുള്ള ബോധം അല്ലെങ്കിൽ അറിവ് നമുക്ക് വർദ്ധിക്കുവാനിടയാവും. उसको पवित्र अन्य भाषा में बातें करते 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 परमेश्वर के बारे में हमारे अंदर एक दृढ़ता आ जाता है। നമ്മളത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മ നമ്മളെ കരങ്ങളിൽ എടുത്തിട്ട് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം നമ്മളെ ഉപയോഗിക്കുവാനിടയാവും. जब हम ऐसे करने लगेंगे तो पवित्र आत्मा परमेश्वर को हमें स्तुति और आराधना करने के लिए ज़्यादा हमें उतावला करेंगे और हमें धक्का मिलेगा। അപ്പോൾ ദൈവത്തെ നമ്മൾ കൂടുതലായി അറിയുന്നതിനുള്ള ഒരു ഉപാധിയായി പരിശുദ്ധാത്മാവ് നമുക്ക് അന്യഭാഷയെ നൽകിയിരിക്കുന്നു. परमेश्वर को ज़्यादा जानने के लिए पवित्र आत्मा हमें ये अन्य भाषा दिया। ദൈവവുമായിട്ടുള്ളൊരു ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതാണ് ആ അന്യഭാഷയിൽ കൂടെ. ये परमेश्वर से इस रिश्ता को हमारा दृढ़ बनाने के लिए ये मिला हुआ बात है ये अन्य भाषा। അതുകൊണ്ടാണ് ഈ ക്ലാസ് ഈ അന്യഭാഷ എന്നുള്ളതായ സബ്ജക്റ്റ് നമ്മൾ 4-5 ആഴ്ചയായി പഠിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാരംഭത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അന്യഭാഷ പ്രാക്ടീസ് ചെയ്യണം. हमें अन्य भाषा को प्रैक्टिस करना है। आपको നിങ്ങൾ അത് എന്ത് ചെയ്യണം? തുടർന്ന് പറയണം. आपको लगातार इसको बोलना है। നിങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? അത് പ്രാക്ടീസ് ചെയ്യാനൊക്കത്തുള്ളൂ. आप लगातार बोलते रहेंगे तभी आपको ये आगे मिलेगा। പലരും അത് ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ അന്ന് പറഞ്ഞ ഉപമ ഒന്നുകൂടെ പറഞ്ഞു ഇവിടെ പോകാൻ ആഗ്രഹിക്കുക. जो अभी नए सुन रहे हैं उनके लिए मैं एक बार और उसको बताना चाहता हूँ। നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യും? അന്യഭാഷ സംസാരിക്കും, അല്ലെങ്കിൽ അന്യഭാഷ അടയാളം ദൈവം നമുക്ക് തരും. जब हम अन्य भाषा जब हम पवित्र आत्मा को पाएंगे तो हमें अन्य भाषा मिलेगा। ആ അടയാളം നമുക്ക് ദൈവം തരുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? സംസാരിക്കാൻ തുടങ്ങണം. जब वो अन्य भाषा मिलेगा तो हमें आगे उसको बोलना है। ആ വാക്ക് നമ്മൾ തുടർന്ന് പറയണം. उस बात को हमें लगातार बोलना है। 1-2 വാക്കുകളെ ഉള്ളായിരിക്കില്ല, ഒരു ശബ്ദം മാത്രമേ ഉള്ളായിരിക്കും. शुरुआत में शायद एक ही बात मिलेगा, आपको एक ही वर्ड मिलेगा। നമ്മൾ സംശയിക്കരുത്. हमें वहाँ पे उसको शक नहीं करना, തുടർന്ന് പറയണം. उसको लगातार ആ बोलना है। ഒരു ശബ്ദമാണെങ്കിലും അത് നമ്മൾ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോഴും പല പ്രാവശ്യം, ഒരു ദിവസം പല പ്രാവശ്യം അത് പ്രാക്ടീസ് ചെയ്യണം. अगर एक ही वर्ड मिले, एक ही बात मिले आपको, उस मुंह में आपको लगातार उसको बोलते रहना। ഞാൻ അന്ന് പറഞ്ഞ ഉദാഹരണം ഇങ്ങനെയാണ്.
मैंने आपको उस दिन ये उदाहरण നമ്മുടെ बताया था। ഭവനത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ जब हमारे एक घर में एक छोटा बच्चा पैदा हो ആ जाता है, കുഞ്ഞ് എന്ത് ചെയ്യുന്നു? ഒന്നല്ലെങ്കിൽ രണ്ട് ചെറിയ ചെറിയ ശബ്ദങ്ങൾ അവൻ ആദ്യം പുറപ്പെടുവിക്കത്തുള്ളൂ. वो शुरुआत में कि एक दो बातें, छोटी छोटी बातें बोलने लगता ഹല്ലേലൂയ. അത് ഹല്ലേലൂയ. വ്യക്തമായിരിക്കത്തില്ല, है, वो साफ नहीं होगा, ശുദ്ധതയുള്ളതായിരിക്കത്തില്ല, वो एकदम से साफ नहीं होगा, ക്ലാരിറ്റി കുറവായിരിക്കും, അതിന്റെ അർത്ഥം ചിലപ്പോൾ മനസ്സിലാക്കാൻ वो ബുദ്ധിമുട്ടായിരിക്കും. आपको समझना मुश्किल होगा। എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പിതാവോ അല്ലെങ്കിൽ മാതാവോ ആ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു? അപ്പ, അമ്മ, മമ്മി എന്ന് വിളിച്ച മോനെ, പപ്പ എന്ന് വിളിച്ച മോനെ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. जैसे उसके माता पिता उसको समझाता है साफ बोलने के लिए, पापा कहो, मम्मी कहो करके हम उनको बोलने के लिए उनको सिखाते हैं। ആദ്യം നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ അത് ക്ലാരിറ്റി ആയിട്ട് ക്ലിയർ ആയിട്ട് കൊച്ചിന് പറയാൻ കഴിയത്തില്ല. शुरुआत में शायद उनको साफ बोलना नहीं आता हो, എന്നാൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് അവനത് കേട്ട് വീണ്ടും പറഞ്ഞ് 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 അതിന് ക്ലാരിറ്റി ഉണ്ടാവും. लेकिन हम लगातार जब बोलने लगेंगे तो उनका मुंह जो है साफ होने, उस बात जो साफ हो जाएगा। അപ്പോൾ ഒരു വാക്ക് അവൻ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിയുമ്പോൾ അപ്പനോ അമ്മയോ വീണ്ടും ഒരു പുതിയ വാക്ക് പറഞ്ഞു കൊടുക്കും. एक दो बात वो सीखने लगेंगे तो उसको फिर से उनके माता पिता जो है नई बातें എന്ന് सिखाने लगते പറഞ്ഞതുപോലെ हैं। തന്നെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് അന്യഭാഷ തരുന്നത്. वैसे ही है परमेश्वर में पवित्र आत्मा जो है अन्य भाषा ദൈവം देता है। നമുക്ക് തന്നിരിക്കുന്ന ആ ഭാഷ, ദൈവത്തിന്റെ വചനം പറയുന്നു, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ ദൈവം അധികത്തിൽ വിചാരകനാക്കും. क्योंकि हमें थोड़ा जो मिलता है उसमें हम विश्वस्त रहे तो हमें आगे मिलेगा, क्योंकि वचन हमें सिखाता है। അപ്പൊ നമുക്ക് ലഭിച്ചതായ ആ അന്യഭാഷയെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങണം? പ്രാക്ടീസ് ചെയ്യണം. ഒരു ഭാഷയുള്ളെങ്കിലും ഒരു വാക്യമുള്ളെങ്കിലും ഒരു ശബ്ദമേ ഉള്ളെങ്കിലും 24 മണിക്കൂറിൽ നമ്മൾ പല പ്രാവശ്യം അതിനെ പ്രാക്ടീസ് ചെയ്യണം. क्योंकि जो मिला हुआ उस बात को हमें लगातार बोलते रहना है। दिन में बहुत जितने बार आप बोल सकते हो उसको बोलते रहना है। എത്രയോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ പുതിയ പുതിയ ഭാഷകൾ, പുതിയ ശബ്ദങ്ങൾ നമുക്ക് തരുവാൻ തുടങ്ങും. हमें पवित्र आत्मा ध्यान रखता है, परमेश्वर भी ध्यान रखता है, हम बोलते हैं कि नहीं बोल रहे हैं। हम जितना उसको बोलेंगे परमेश्वर हमें और नया सिखाएगा। പുതിയ പുതിയ ഭാഷകൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ അന്യഭാഷയുടെ എന്താ ഒരു വ്യാപ്തി, ആ ഭാഷയുടെ ഒത്തിരി ശബ്ദങ്ങൾ, ഒത്തിരി വാക്കുകൾ നമുക്ക് ലഭിക്കാൻ തുടങ്ങും. जब हम उसमें बढ़ते जाएंगे हमें और मिलने लगेगा। ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മളൊരു ദേശത്ത് പോയി വാസിക്കുമ്പോൾ അവിടുത്തെ ഭാഷ നമ്മൾ തുറന്ന് പഠിച്ച് അനേക കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ആ ഭാഷയിലൂടെ അനേക നന്മകൾ അല്ലെങ്കിൽ രഹസ്യങ്ങൾ, പല മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. मैंने आपको पहले भी बता दिया, हम एक दूसरे जो अपना देश नहीं है, एक अलग देश में जाके रहते हैं तो वहाँ के भाषा सीख के वहाँ के बातों में हमें ज़्यादा ज्ञान मिल जाता है। वैसे ही है इस पवित्र आत्मा എന്ന് को പറഞ്ഞതുപോലെ परमेश्वर തന്നെ के राज्य के बारे में सीखना। എന്ന് പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് അന്യഭാഷ നമ്മൾ തുറന്ന് 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 പറയെ ഒത്തിരി ഭാഷകൾ ദൈവം തരുവാനിടയാണ്. वैसे ही है पवित्र आत्मा को पाते हुए अन्य भाषा बोलते रहेंगे, बार बार बोलने से हमें और ज़्यादा मिलते रहेगा। പൗലോസിനെ പോലെ നിങ്ങൾക്കും പറയുവാൻ കഴിയും, ഞാൻ അനേക ഭാഷകളിൽ അനേക അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നുവെന്ന്. उस समय पौल के जैसा आप भी बोल सकते हैं, मैं भी अन्य भाषा में परमेश्वर को बहुत ज़्यादा धन्यवाद करता हूँ। ഹല്ലേലൂയ. हालेलुया। അത് നമ്മൾ തുറന്ന് പറയുമ്പോൾ जब आप लगातार उसको बोलेंगे നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും, हम अन्य भाषा में प्रार्थना कर सकते നമുക്ക് हैं, അന്യഭാഷയിൽ ആരാധിക്കുവാൻ കഴിയും, अन्य भाषा में हम आराधना कर നമുക്ക് सकते हैं, അന്യഭാഷയിൽ പാട്ടുകൾ പാടുവാൻ കഴിയും, हम अन्य भाषा में गाना गा നമുക്ക് सकते हैं, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, സ്തോത്രം കരയറ്റുവാൻ കഴിയും. हम अन्य भाषा में परमेश्वर को स्तुति और आराधना कर सकते ഓ हैं। ഹല്ലേലൂയ. हालेलुया। എത്ര ഒരു അനുഗ്രഹമായ ഒരു കാര്യമാണ്. कितनी अच्छी भलाई की बात है। ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ആഴമായി അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ऐसे हम करने लगेंगे, उसकी गहराई में जब जाएंगे അനേക ദൈവിക മർമ്മങ്ങൾ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട്, परमेश्वर की बहुत ज्यादा गहराई की गुप्त बातें हमें समझ में आ जाएगी। ദൈവരാജ്യത്തിന് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുവാനിടയാണ്. परमेश्वर की राज्य की गुप्त बातें हमें समझ में आने लगेगी। ഹല്ലേലൂയ. അബ്രഹാമിന്റെ അടുത്ത് ദൈവം ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, എൻ്റെ സ്നേഹിതനായിരിക്കുന്ന അബ്രഹാമിനോട് ഞാൻ കാര്യങ്ങൾ മറച്ചു വെക്കുമോ, ചെയ്യാൻ പോകുന്ന കാര്യം. अब्राहम के पास जब परमेश्वर उतर के आता है तो उनको कहता है कि मैं अपने करने वाली जो बात है जो है अब्राहम से छुपाएगा क्या? എന്തുകൊണ്ടാണെന്നറിയാമോ ദൈവം അബ്രഹാമിനോട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം മറച്ചു വെക്കത്തില്ലെന്ന് പറയാൻ കാരണം? परमेश्वर ऐसे क्यों बोला है? അതുപോലത്തെ ഒരു ബന്ധമാണ് അബ്രഹാമിനും ദൈവവും തമ്മിലുണ്ടായിരുന്നത്. ऐसे एक रिश्ता परमेश्वर और अब्राहम के साथ बीच में बना हुआ था। നാം അന്യഭാഷയിൽ ദൈവത്തെ അധികമായി ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിപരമായ ബന്ധം നമുക്ക് ദൈവമായിട്ട് ഉണ്ടായിച്ചേരും. जब हम ऐसे अन्य भाषा में बातें करने लगेंगे तो परमेश्वर के साथ हमारे एक निजी रिश्ता बन जाते हैं। ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വേറൊരു ഭാഷയിലുള്ളവരെ അവന്റെ ഭാഷ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭാഷ
പഠിച്ച് അദ്ദേഹവുമായിട്ട് അതുപോലെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് വ്യക്തിപരമായ ഒരു അടുപ്പം ആ വ്യക്തിയുമായിട്ട് ഉണ്ടാകുന്നത് പോലെ തന്നെ നാം അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവവുമായിട്ട് വ്യക്തിപരമായ അടുപ്പം കൂടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. जैसे हम एक दूसरे व्यक्ति की जो हमारे भाषा नहीं बोलने वाले, अलग भाषा बोलने वाले एक व्यक्ति से रिश्ता बना के उनकी भाषा सीख के एकदम उनके जैसा हम आपस में बात करने लगे तो हमारे रिश्ता ज़्यादा दृढ़ बन जाता है. वैसे ही हमारे परमेश्वर के साथ अन्य भाषा में बात करके हम रिश्ता बना. പഴയ നിയമത്തിലെ അഭിഷക്തന്മാരെ കുറിച്ചെല്ലാം ദൈവം പറയുന്നത് അവരെല്ലാം എൻ്റെ സ്നേഹിതന്മാരാണ്. पुराने नियम के जितने भी सारे परमेश्वर के दासों के परमेश्वर कहते हैं वो मेरे दोस्त हैं. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ അഭിപ്രായം എന്താണെന്നറിയോ? അവരെന്റെ പുത്രന്മാരാണ്. लेकिन नए नियम में आके परमेश्वर वो रिश्ता बदल दिया है. वो वहाँ पे परमेश्वर कहता है वो सारे लोग मेरे बच्चे हैं, मेरा संतान है मेरा. സ്നേഹിതന്മാരെക്കാളും കൂടുതൽ അടുപ്പമാ മക്കളോട് ഉണ്ടാകും. जो दोस्त से ज्यादा रिश्ता है जो अपने संतान से या अपने पुत्र से. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹിതന് വെളിപ്പെടുത്തി കൊടുത്തതിനേക്കാളും കൂടുതൽ രഹസ്യങ്ങൾ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ പിതാവ് ആഗ്രഹിക്കും. जो अपने दोस्त को बताए हुए से ज्यादा बातें जो है अपने पुत्र को बताना चाहते हैं. ഹല്ലേലൂയ. ദൈവം ഈ ഭൂമിയിൽ ചെയ്യുവാൻ പോകുന്ന അല്ലെങ്കിൽ സകല കാര്യങ്ങളും ദൈവം തന്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. परमेश्वर जो कुछ भी करना चाहते हैं इस पृथ्वी के अंदर वो सब सारी बातें जो है अपने लोगों का या अपने संतानों को वो बताना चाहते हैं. എന്നാൽ ദൈവവുമായിട്ട് അതുപോലെ വ്യക്തിപരമായ ബന്ധമുള്ളവർക്ക് മാത്രമേ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കത്തുള്ളൂ. लेकिन परमेश्वर के साथ ऐसा एक दृढ़ रिश्ता बनाए हुए लोगों को ही परमेश्वर वो बताएगा. അതുകൊണ്ട് നമ്മൾ അന്യഭാഷ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുവാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും. इसलिए आप जितनी गहराई से जितना ज्यादा आप अन्य भाषा में बात कर सकते हैं वो आपके जीवन के अंदर आशीष का कारण बनेगा. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. ഒരു പോയിന്റ് കൂടെ പറയാം. ഒത്തിരി പോയിന്റുകൾ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചു. സമയമില്ല, നമ്മുടെ മുമ്പിൽ വളരെ സമയം കുറവേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കടന്നു ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാം. मैं जल्दी से आगे बढ़ना चाहता हूँ क्योंकि हमारे पास समय की कमी है. ഇത് ദൈവത്തെ പരിപൂർണമായി വിശ്വസിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ये हमें परमेश्वर के साथ ज्यादा विश्वास हमारा बढ़ाने की एक बात है. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു നടപ്പ. നമ്മൾ ആത്മീയ ജീവിതത്തിൽ നടക്കണം. വളരുക എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് നടക്കുക എന്നതിന്റെ അർത്ഥം. आत्मिक रीति से बढ़ने का मतलब है हमें हमारा एक चलना, आगे हम चलते रहते हैं. അന്യഭാഷയിലുള്ള ഓരോ വർണ്ണനങ്ങളും അല്ലെങ്കിൽ സംസാരങ്ങളും ശബ്ദങ്ങളും എല്ലാം ആത്മാവിന്റെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. अन्य भाषा की हर एक बात जो हम बोलते हैं वो एक विश्वास के काम है. ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ നിന്നും ദൈവസഭയോടുകൂടെ നമ്മൾ ചേരുന്ന അല്ലെങ്കിൽ ആ മണ്ഡലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുവാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ആരംഭിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് अन्यभाषा എന്ന് പറയുന്നത്. हमारे ये निजी जीवन से जो परमेश्वर की उस कलीसिया के जुड़ने का एक पहला पड़ाव है ये जो अन्य भाषा में बात करना. നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പുതിയ ചവിട്ടുപടി അല്ലെങ്കിൽ ഒരു പുതിയ ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. जब हम अन्य भाषा में बात करने लगेंगे तो हमारा एक शुरुआत वहाँ पे एक पहला पड़ाव हमारा शुरू हो जाता है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. അത് യഥാർത്ഥമായ ഒരു വികാരം, ഒരു വിടുതൽ അവിടെ സംഭവിക്കുന്നുണ്ട്. अब वो सही ढंग से वहाँ पे एक छुटकारा शुरू हो जाता है. ഹല്ലേലൂയ. हालेलुया. നമ്മൾ ആത്മാവിലുള്ളതായിരിക്കുന്ന സ്നാനം ഹല്ലേലൂയ ഒരു വൈകാരികമായ ഒരു അനുഭവമല്ല. അത് आत्मिक रीति का जो बपतिस्मा जो है एक शारीरिक तरफ का वो संभव नहीं है. അത് ആത്മീയമായ ഒരു കാര്യമാണ്. वो आत्मिक रीति की एक बात है. എന്നാൽ അത് നമ്മുടെ വികാരങ്ങളുമായി ബന്ധമില്ലെന്ന് വിചാരിക്കരുത്. लेकिन हमारे उस इच्छाओं के अनुसार नहीं है करके मत समझना. നമ്മുടെ വികാരങ്ങളുമായിട്ട് കൂടിക്കുഴഞ്ഞിരിക്കുന്നതാണ്. वो हमारे इच्छाओं के साथ जुड़ा हुआ है. വൈകാരിക അനുഭവമല്ലത്. वो एक ऐसा इच्छा नहीं है वो. എന്നാൽ നമ്മുടെ വികാരവുമായി കൂടിയിരിക്കുന്ന ഒരു കാര്യമാണ് ആത്മീയ സ്നാനം എന്ന് പറയുന്നത്. लेकिन हमारे इच्छाओं के साथ जुड़ा हुआ एक संभव है ये बपतिस्मा. ഹല്ലേലൂയ. हालेलुया. നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെയും ചെയ്യാൻ തുടങ്ങുമ്പോൾ जब अन्य भाषा में आराधना और स्तुति जब करने लगते हैं നമ്മൾ ഉത്തേജിപ്പിക്കപ്പെടും. हम जो उत्तेजित हो जाते हैं. ഉത്തേജിപ്പിക്കപ്പെടുന്നത് വൈകാരികമാണ്. जब उत्तेजना हो जाता है तो वो एक शारीरिक रीति का संभव है. നമ്മൾ അന്യഭാഷയിൽ ഞാൻ പല പ്രാവശ്യവും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവുമായി സംസാരിക്കുമ്പോൾ ദൈവിക സ്പർശനം അനുഭവിച്ചറിയാൻ കഴിയും. जब हम आत्मा में बात करते हैं परमेश्वर से अन्य भाषा में बात करते हैं तो परमेश्वर का एक छूने का उस महसूस हम छूने का महसूस कर सकते हैं. അത് വൈകാരികമായിട്ട് അല്ലെങ്കിൽ ശരീരപ്രകാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വികാര പ്രകടനമാണ്.
वो शारीरिक तरह से हम समझ सकते हैं। ചിലപ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഒരു നല്ല ചെറിയ തെന്നൽ കാറ്റ് ബ്രീസ് അടിക്കുന്നത് പോലത്തെ ഒരു അനുഭവം തോന്നും. कभी कभी हमें ऐसे लगेगा कि हमें हवा लग रहा है, हल्का सा हवा की महसूस हमें होने लगता है। കാറ്റുള്ളിടത്ത് ഇരിക്കുമ്പോൾ കാറ്റടിച്ചു പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. കാറ്റ് ഒരിക്കലും അവിടെ കടന്നു വരാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമ്മെ തഴുകി ചെല്ലുന്ന ഒരു തെന്നൽ കാറ്റ് പോലെ പരിശുദ്ധാത്മാവ് നമ്മളെ സ്പർശിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയും. जहाँ पे कोई हवा आने की कोई मतलब ही नहीं बनता। जब बंद कमरे में हमें ऐसा महसूस होगा कि हमें हवा लग रहा। മഴ പെയ്യുന്നത് പോലെയുള്ള അനുഭവം, അല്ലെങ്കിൽ മഴ വെള്ളം വീഴത്തില്ല അക്ഷരീകരമായിട്ട്, എന്നാൽ വെള്ളത്തിൽ നമ്മൾ നനഞ്ഞതുപോലെ ഇരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഉണരുവാൻ കഴിയും. कभी कभी हमें ऐसा लगेगा कि हम बारिश में भीग गया करके, हमें भीगा नहीं होगा लेकिन हमें ऐसा लगेगा कि हम पूरी तरह भीग गया। അല്ലെങ്കിൽ നമ്മുടെ ശരീരം കോൾമയിർ കൊള്ളുന്നത് പോലത്തെയുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടാകും. नहीं तो हमें ऐसा लगेगा कि हमारे शरीर में कुछ महसूस होने लगेगा हल्का सा। ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മെ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ये सारी बातें जो पवित्र आत्मा की स्पर्शन से हमें होता है। അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്ന, അഭിഷേകം പ്രാപിക്കുന്നതും ശാരീരികമായ ഒരു പ്രക്രിയയിൽ ആത്മീയമായ പ്രക്രിയയാണ്. പക്ഷേ അതിൻ്റെ വെളിപ്പാട്, അതിൻ്റെ റിഫ്ലക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ പ്രകടമായി വരും. पवित्र आत्मा को पाना या अन्य भाषा में बात करना जो है हमारी आत्मिक रीति से होता है, लेकिन उसका जो महसूस जो है हमारे शरीर में हम पता कर सकते हैं। കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിക്കുവാനായിട്ടിടയായി, ഇത് ഈ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഒരു മരുന്ന് കൂടിയാണ്, ഔഷധം കൂടിയാണ്. നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും ബലപ്പെടുത്തുന്ന, ആരോഗ്യം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു മരുന്ന് കൂടിയാണ് അന്യഭാഷ. पिछले हफ्ते भी मैंने आपको ये बताया था, जो आत्मा अन्य भाषा में बात करना जो हमारे शरीर के लिए एक दवा भी है। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അന്യഭാഷയെ നമ്മൾ തുടർന്ന് പ്രാക്ടീസ് ചെയ്യണം. इसलिए परमेश्वर हमें दिया हुआ इस अन्य भाषा को हमें लगातार प्रैक्टिस करना है। എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ആത്മാവിനും ശരീരത്തിനും അത് ആരോഗ്യമായി തീരും. जितना हम प्रैक्टिस करेंगे, जितना हम अन्य भाषा में बातें करेंगे, वो हमारे शरीर के लिए और आत्मा के लिए एक आशीष का कारण बनेगा। ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി, ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞു, അന്യഭാഷ നമ്മൾ എന്ത് ചെയ്യണം, തുടർന്ന് എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കണം. हम शुरुआत में मैंने आपको बताया अन्य भाषा जो हमेशा आपको बोलते रहना है। അത് നമ്മളെ ശുദ്ധീകരിക്കും. അന്യഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ അത് നമ്മെ ശുദ്ധീകരിക്കും. वो जितना हम अन्य भाषा में बात करेंगे वो हमें साफ करता जाएगा। പല നമ്മുടെ ഹൃദയത്തിന്റെ മറഞ്ഞു കിടക്കുന്ന പല ഏരിയകളിൽ നിന്നും വിടുതൽ ഉണ്ടാവാനായിട്ടാണ്. वो हमारे दिल की गहराई में जो छुप के पड़ा हुआ बहुत सारी बातों से हमें छुटकारा मिलेगा। അത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ടാണ്. हमारे विश्वास को बढ़ाएगा। ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നമ്മളെ ശക്തീകരിക്കുവാനായിട്ടാണ്. वो हमें सामर्थ देगा। ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളത് തുടർന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു മരുന്ന് ഉപയോഗിക്കുന്നത് പോലെ തന്നെ അന്യഭാഷ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, प्रैक्टिस ചെയ്യാൻ കഴിയും. इसलिए हम अगर उसको लगातार हम अन्य भाषा में बढ़ते जाएंगे तो हमारे अंदर की सामर्थ बढ़ेगा, हमारे अंदर आशीष के कारण बन जाएगा। അന്യഭാഷയിൽ നിങ്ങൾ ആരാധിക്കുകയും പാടുകയും സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരോഗ്യമുള്ളവനായും സന്തോഷമുള്ളവനായും മാറുവാനായിട്ട് हालेलुया। जब आप अन्य भाषा में बातें करेंगे और प्रार्थना करेंगे, आराधना करेंगे, स्तुति करेंगे, तो आप एक आत्मिक रीति से भी बढ़ रहे हो और आपकी शारीरिक तरफ से एक आपको छुटकारा भी है। ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തൊരു പോയിന്റ് കൂടെ പറയട്ടെ. एक दूसरी बात और നമുക്ക് बताता 5 हूँ। മിനിറ്റ് കൂടെ അവശേഷിച്ചിട്ടുണ്ട്. हमारे पास 5 मिनट की ഒരു समय പോയിന്റ് है। കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. एक बात और मैं समझाना चाहता हूँ। ദൈവത്തിന് നന്ദി കരയറ്റുവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്. परमेश्वर को धन्यवाद करने का एक अच्छा एक साधन है हमें अन्य भाषा में परमेश्वर से बात करना। ചിലപ്പം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ അന്തരാത്മാവിൽ നമുക്കൊരു തോന്നലിങ്ങനെ ഉണ്ടാകും, ശരിക്കൊന്ന് ആരാധിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ശരിക്കൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ, ദൈവത്തിന് നന്ദി വരേറ്റുവാൻ കഴിഞ്ഞില്ലോ എന്നുള്ള ചില സന്ദർഭങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തോന്നലുകൾ നമുക്കുണ്ടാകാം. बहुत बार हमारे दिल में ऐसा एक विचार आ जाता है, अरे मैं अच्छी तरह प्रार्थना नहीं कर पाई, अच्छी तरह आराधना नहीं कर पाई, परमेश्वर को अच्छी तरह स्तुति नहीं कर पाई करके बहुत बार हमारे अंदर विचार आते हैं। അയ്യോ, ഈ ദൈവത്തിന് കുറച്ചുകൂടെ നന്ദി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു, കുറച്ചുകൂടെ ആരാധിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെയും തോന്നുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. परमेश्वर को और ज्यादा थोड़ा और स्तुति किया होता तो अच्छा था, आराधना किया होता तो अच्छा था, तो करके हम सोचते हैं। ഈ അന്യഭാഷയിലുള്ള ആരാധനയും അന്യഭാഷയുള്ള പാട്ടുകളും അന്യഭാഷയുള്ള പ്രാർത്ഥനയും അതിന് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന ഒരു കാര്യമാണ്. ये अन्य भाषा में परमेश्वर से बात करना, आराधना करना, स्तुति करना
ये सारा उसके लिए एक साधन है। ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകട്ടെ. मैं एक बात बढ़ा के आगे ഒന്നോ രണ്ടോ അന്യഭാഷ ആരാധനയുടെ സമയത്ത് പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ये आराधना के बीच में जो एक दो अन्य भाषा बोलते हैं या गाना गाने के बीच में बोलते हैं उसकी बात नहीं कर रहा हूँ मैं। എപ്പോഴും അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. हमेशा अन्य भाषा में बात करने की बात मैं आपको बता रहा हूँ। എല്ലാ ഭാഷയ്ക്കും അത് പഠിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആ ഭാഷയിലേക്ക് ഒരു വളർച്ച ഉള്ളതുപോലെ जैसे कि कोई भी भाषा में एक इंसान बढ़ते जाता है, ആ അന്യഭാഷയ്ക്ക് വളർച്ചയുണ്ട്. उस अन्य भाषा को भी एक बढ़ना जरूरी है। നിങ്ങളത് പറയെ പ്രാക്ടീസ് ചെയ്യ ഭാഷ വളർന്നുകൊണ്ടേയിരിക്കും. जितना आप उस भाषा को बोलते जाएंगे या उसमें आप ज्यादा बातें करते रहेंगे उसमें आप बढ़ते जाएंगे। എത്രയും നിങ്ങൾ ആ ഭാഷ പറയുന്നു അത്രയും അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കും, ആരോഗ്യമുണ്ടാക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം തരുവാനിടയാണ്. जितना ज्यादा आप इसको बोलते रहेंगे उतनी ज्यादा आपके जीवन के अंदर शांति और खुशी मिलते रहेंगे। ഞാൻ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ പലപ്പോഴും ഇപ്പോഴാണ് എനിക്കും ശരിക്കും പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ആഴമായിട്ട് അന്യഭാഷയെക്കുറിച്ച് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിച്ചു. आजकल के दिनों में जब परमेश्वर की बात को और गहराई से मनन करते जा रहा हूँ तभी मेरे ऊपर में पवित्र आत्मा मुझे भी सिखा रही कि पवित्र आत्मा का कितना खासियत है करके। നമുക്ക് പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ നിങ്ങൾ നന്നായി സ്തോത്രം പറയുവാൻ കഴിയും ഈ അന്യഭാഷ കൊണ്ട്. पौल भी हमें सिखाता है कि आप जितना ज़्यादा अन्य भाषा में बात करेंगे तो परमेश्वर को हम धन्यवाद कर सकते हैं। സാധാരണ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നതിനേക്കാളും സ്തോത്രം പറയുന്നതിനേക്കാളും അന്യഭാഷ കൊണ്ട് അധികമായി സ്തോത്രം പറയാൻ കഴിയുമെന്നാണ് പൗലോസ് പറയുന്നത്. जितना ज़्यादा हम अपने मुंह से धन्यवाद करते हैं उससे ज़्यादा अगर अन्य भाषा में परमेश्वर को स्तुति करेंगे तो हम ज़्यादा ही परमेश्वर को धन्यवाद करते हैं। നമുക്കൊരു വാക്യം അതിനുവേണ്ടി ഒന്ന് നോക്കാം. ഒന്ന് കൊരിന്ത്യർ ലേഖനം वचन पढ़ेंगे അതിന്റെ 14-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. उसके लिए हम पहला कोरिन्थी उसका 14 का 17 को पढ़ेंगे। तो भली भांति से धन्यवाद करता है। നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു സത്യം. मैं तो भली भांति से धन्यवाद करता അതിന്റെ है। മേലുള്ള ഭാഗം നിങ്ങൾ വായിക്കണം എന്നാലേ മനസ്സിലാകത്തുള്ളൂ. उसका ऊपर की अगर बातें वचन आप पढ़ेंगे तभी आपको समझ में आ जाएगा। ആ അന്യഭാഷയിൽ നിങ്ങൾ സ്തുതിക്കുന്നു. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, पौल वहाँ कहता है ആ അന്യഭാഷയിൽ സ്തുതിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? വിവേചന വരത്തിനും കൂടെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. जो अन्य भाषा में बात करने वाला व्यक्ति जो है एक परखने का, एक जांचने का अभिषेक को या वरदान को भी पाना है। ശ്രദ്ധിക്കണേ, നമ്മൾ ആ ഭാഗത്തേക്ക് വരും. അന്യഭാഷയുടെ വ്യാഖ്യാനത്തെ കുറിച്ചൊക്കെ നമ്മൾ തുടർന്ന് താഴോട്ട് വരുമ്പോൾ പഠിക്കും. हम आगे सीखेंगे इसके बारे में। എന്നാൽ ഇവിടെ അന്യഭാഷയെ പറ്റി മാത്രം നമ്മൾ പറയുന്നതുകൊണ്ട് ആ ഭാഗം മാത്രം ഞാൻ എടുത്തിരിക്കുകയാണ്. यहाँ पे जो अन्य भाषा के बारे में सीख रहे हो तो मैं वही बात അവിടെ बता रहा പൗലോസ് പറയാണ്, സഭയിലിരിക്കുന്ന ഒരു വ്യക്തി വളരെ നന്നായി അന്യഭാഷ പറയുന്നു. वहाँ पे पौल कहता है कि जो कलीसिया में बढ़ने वाला व्यक्ति जो अच्छी तरह अन्य भाषा बोल रहा है। പൗലോസിന്റെ ഭാഷയിൽ പൗലോസ് പറയുന്നതാണ്, നീ നന്നായി സ്തോത്രം ചെയ്യുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. पौल अपने भाषा में बोल रहे कि वो तुम अच्छी तरह धन्यवाद कर रहे हैं। കുറച്ചുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നീ നന്നായി ദൈവത്തിന് നന്ദി പറയുന്നു. और ज्यादा बताओ तो वो कहे तुम बहुत ज्यादा परमेश्वर को धन्यवाद कर रहे हैं। അപ്പൊ അന്യഭാഷയിൽ നമ്മൾ സംസാരിച്ചാൽ നമുക്ക് നന്നായി ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നന്ദി പറയുവാൻ കഴിയും. इसका मतलब है हम अन्य भाषा में परमेश्वर से बात करेंगे तो हम और ज्यादा परमेश्वर को धन्यवाद कर सकते हैं। ഹല്ലേലൂയ. हालेलुया। അപ്പോഴേ നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പഠിക്കണം. इसलिए हमें हमेशा जो परमेश्वर को धन्यवाद करने के लिए अन्य भाषा में धन्यवाद പൗലോസ് പറയുന്ന സ്തോത്രം നിങ്ങളിൽ എന്ത് ചെയ്യണം? കവിഞ്ഞു വരണം. क्योंकि पौल कहता है कि तुम्हारे अंदर धन्यवाद की जो स्तुति की जो बेली जो है बढ़ते जाना है। സ്തോത്രം, പ്രൈസിംഗ് ഗോഡ്, ദൈവത്തിന് നന്ദി പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? കവിയണമെന്നാ പൗലോസ് പറയുന്നത്. हमारे अंदर जो है बढ़ते जाना है परमेश्वर को धन्यवाद करने में। അപ്പൊ അതങ്ങനെ എപ്പോഴും ഒരു ജോലി ചെയ്യുന്ന മനുഷ്യനായിരിക്കാം, ചിലപ്പോൾ വീട്ടിലെ ഒരു ഹൗസ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം. എപ്പോഴും ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? एक व्यक्ति अगर वो जो शायद वो काम करने वाला व्यक्ति होगा या घर में काम करने वाले जो हाउस वाइफ होंगे या पढ़ने वाले बच्चे होंगे वो हमेशा परमेश्वर को कैसे धन्यवाद कर പക്ഷെ सकते हैं? വേദപുസ്തകം പറയുന്നു നമുക്കത് ചെയ്യുവാൻ കഴിയും. लेकिन परमेश्वर का वचन हमें सिखाता है हम कर सकते हैं। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ നിങ്ങളുടെ അന്തരാത്മാവിൽ അന്യഭാഷയിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ जब अन्य भाषा में आप परमेश्वर को जब धन्यवाद करते हैं, ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. कोई भी काम कर रहे हो लेकिन आप कर सकते हैं। ലോകപരമായിരിക്കുന്ന ഏത് ജോലിയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും इस दुनियादारी की तरफ से कोई भी काम आप कर रहे നിങ്ങളുടെ हो അന്തരാത്മാവിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയും. लेकिन आप अपनी आत्मा में परमेश्वर को स्तुति और आराधना कर सकते हैं। അതെങ്ങനെയാ? वो कैसे कर सकते हैं? എപ്പോഴും നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടെ അത് വരത്തുള്ളൂ. हमेशा उसको प्रैक्टिस करने से हमें वो आएगा। ഹല്ലേലൂയ. हालेलुया। നമ്മൾ പ്രാക്ടീസ് ചെയ്യണം.
എപ്പോഴും അന്യഭാഷ പ്രാക്ടീസ് ചെയ്യണം. अन्य भाषा आपको हमेशा प्रैक्टिस करना है. എനിക്ക് തോന്നുന്നത് വരുന്ന നാൾ നമ്മൾ ചിന്തിക്കുമെന്നാണ് തോന്നുന്നത്. എന്നാലും ഞാനൊരു കാര്യം പെട്ടെന്ന് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നതുകൊണ്ട് പറയുകയാണ്. परमेश्वर ने मेरे अंदर, पवित्र आत्मा मेरे अंदर एक बात दिया है, इसलिए मैं आपको बता रहा हूँ. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മനുഷ്യനെ അവൻ്റെ ശരീരത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുവാൻ, അതിനെ നന്മയിലേക്കും തിന്മയിലേക്കും കൊണ്ടുപോകാൻ കഴിയുന്ന ഏക അവയവം നമ്മുടെ നാക്കാണ്. क्योंकि हम पढ़ते हैं कि परमेश्वर के वचन में लिखा है एक इंसान को कोई भी उसके भलाई में और बुराई में दोनों जगह ले जाने वाला एक ही अंग है, वो अपने मुंह में जो अपना जीभ जो है. യാക്കോബ് പറയുകയാണ്, ആ നാവ് കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായിരിക്കുന്ന മനുഷ്യനെ ശപിക്കുന്നു. याकूब कहता है कि उसी अंग से, उसी जीभ से हम परमेश्वर के लोगों को आशीष भी देते हैं और हम बुराइयां भी देते हैं. അങ്ങനെ ആകാൻ പാടില്ലെന്ന് അദ്ദേഹം പറയുന്നു. ऐसा नहीं होना चाहिए करके അങ്ങനെ ആകുന്നതിന് കാരണം എന്താണെന്നാണ് ഞാനിവിടെ ചിന്തിക്കുന്നത്. ऐसे क्यों है करके मैं पूछता हूँ. കാരണം നാം എപ്പോഴും ദൈവത്തിന് നന്ദി കരയറ്റാൻ ചെയ്യാതിരിക്കുന്നുകൊണ്ടാണ്. क्योंकि उसका कारण ये है कि हम हमेशा परमेश्वर को धन्यवाद करना भूल जाते हैं. നമ്മുടെ അന്തരാത്മാവിൽ നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്തെടുത്താൽ, अगर हम अपने दिल की गहराई में अगर हम उसको प्रैक्टिस करेंगे, നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. हम कोई भी अपने परिस्थिति में परमेश्वर को धन्यवाद और स्तुति करेंगे. നല്ല കാര്യം നടന്നാലും നമ്മുടെ വായിൽ എന്തുണ്ടാകും? ദൈവത്തിന് നന്ദി കരറ്റുന്ന സ്വഭാവം വരത്തുള്ളൂ. हमारे अंदर कोई अच्छाइयाँ मिले तो भी हम परमेश्वर को धन्यवाद തിന്മ करेंगे. നടന്നാലും നമ്മുടെ അധരം തുറക്കുമ്പോൾ ദൈവത്തിന് സ്തുതിയേ വരത്തുള്ളൂ. जब बुराई होगा तब भी हम अपने मुंह से परमेश्वर को धन्यवाद ही करेंगे. അകത്തുള്ളതേ പുറത്തു വരത്തുള്ളൂ. जो अंदर है वो बाहर आए. അപ്പൊ അന്തരാത്മാവിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നാൽ, अगर हम दिल की गहराई से परमेश्वर को स्तुति और അത് धन्यवाद നമ്മൾ करते പ്രാക്ടീസ് रहेंगे ചെയ്തുകൊണ്ടിരുന്നാൽ, और उसको हम प्रैक्टिस करेंगे, തീർച്ചയായിട്ടും ഏത് നമ്മുടെ പരിസ്ഥിതിയിലും എന്ത് ചെയ്യും? നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. कोई भी हमारा परिस्थिति कोई भी हो, उस समय हम परमेश्वर को स्तुति करेंगे. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ആ വാചകം പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക, എപ്പോഴും സ്തോത്രം ചെയ്യുവിൻ. इसलिए पौल कहता है कि हमेशा परमेश्वर को धन्यवाद करते रहो. അതല്ലോ നിങ്ങളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. यही है परमेश्वर का तुम्हारे ऊपर की इच्छा. ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോഴും സ്തോത്രം ചെയ്യുവാൻ നമ്മെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ വലിയ വരദാനമാണ് അന്യഭാഷ എന്ന് പറയുന്നത്. परमेश्वर को धन्यवाद करने के लिए हमें सिखाने वाला एक परमेश्वर का दान है जो अन्य भाषा. അത് നമ്മൾ തുച്ഛീകരിക്കരുത്. उसको हम त्याग नहीं करते. ദൈവം നിങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ തരുമ്പോൾ തരുന്ന ആദ്യത്തെ അടയാളമായിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷയെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. जब परमेश्वर अपनी आत्मा हमारे अंदर देता है तो उसका पहला जो पड़ाव है जो पवित्र आत्मा. നമ്മുടെ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. हमारा समय खत्म हो रहा है, इसलिए मैं खत्म करना. ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത ആഴ്ച ഇതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നതായിരിക്കും. और परमेश्वर की इच्छा है तो अगले हफ्ते हम इसके बारे में और सीखेंगे. പരിശുദ്ധാത്മാവിനെക്കുറിച്ചും അന്യഭാഷയെക്കുറിച്ചും അല്ലെങ്കിൽ അഭിഷേകത്തെക്കുറിച്ചും ഒക്കെയും തുടർന്ന് നിങ്ങൾക്ക് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, अगर आपको पवित्र आत्मा के बारे में, अन्य भाषा के बारे में अगर और आप सीखना चाहते हैं तो നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. आप कंटिन्यू इस क्लास को अटेंड करिए. നിങ്ങളുടെ ആരാധന ഞായറാഴ്ചയുണ്ട്. आराधना हमारा इतवार को होगा. രാവിലെ 10 മുതൽ 12 വരെ ആരാധന ഉണ്ടായിരിക്കും. सुबह 10:30 से 12:30 बजे तक आराधना അത് होगी. തമിഴിലുണ്ടായിരിക്കും. वो तमिल में होगा. ഒരാഴ്ച തമിഴ് ഹിന്ദിയിലും ഒരാഴ്ച മലയാളം ഹിന്ദിയിലുമായിരിക്കും. एक हफ्ता जो है मलयालम और हिंदी है, एक हफ्ता तमिल और हिंदी में है. സോ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇത് കൂടുതലായി പഠിക്കാൻ താല്പര്യമുള്ളവർ തുടർന്ന് അറ്റൻഡ് ചെയ്യുക. अगर इसको और सीखना चाहते हो तो आप लगातार इसमें शामिल होइए. ഇന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. आज जो क्लास अटेंड किया हर किसी को परमेश्वर आशीष करने पाए. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സ്ക്രോളിംഗിൽ ഞങ്ങളുടെ പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. इसके बारे में अगर आपको कोई शक है, कुछ पूछना चाहते हो तो नीचे आपको नंबर दिखाई दे रहा, നിങ്ങൾക്ക് ധാരാളമായി ഞങ്ങളെ വിളിക്കാം. आप पूछ सकते हैं. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. परमेश्वर में आशीष करने നമ്മളെ पाए. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. अपनी आंखों को बंद करेंगे, हम प्रार्थना करेंगे. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, स्वर्गीय पिता हमारे परमेश्वर, ഈ അനുഗ്രഹീതമായ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. इस आशीष भरा हुआ शाम की समय के लिए हम धन्यवाद അങ്ങയുടെ करते हैं. അത്യന്ത ശക്തിയെക്കുറിച്ചും അവിടുത്തെ കൃപകളെക്കുറിച്ചും ദൈവമായ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. परमेश्वर आपके उस महान सामर्थ के बारे में आप हमें सिखा रहे हैं, इसलिए धन्यवाद प्रभु. കർത്താവെ, ആ ദൈവീയ മർമ്മങ്ങളെയും ആഴങ്ങളെയും വരുന്ന ദിവസങ്ങളിൽ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കൃപ തരുമാറാകണം. परमेश्वर आपकी उस गहराई की बातों को, गुप्त बातों को सीखने के लिए हमारी मदद करिए. അത് കേൾക്കുന്നവരായിട്ടുള്ള കർത്താവെ, അത് ഞങ്ങളെ
ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുവാൻ അത് പ്രാക്ടീസ് ചെയ്യുവാൻ ദൈവമായ കർത്താവ് കൃപ നൽകണം. परमेश्वर उसको खाली सुनने वाला नहीं प्रभु उसको अपने जीवन में कार्य में लाने के लिए हमारी मदद करिए. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് സൂം ഹോസ്റ്റ് ചെയ്ത പ്രിയ സഹോദരൻ ജയേഷിനായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर हमें जूम में होस्ट किया हुआ उस ब्रदर के लिए जयेश भैया के लिए हम അദ്ദേഹത്തിന്റെ धन्यवाद करते हैं. ബിസിനസ്സിനെയും കർത്താവെ ആ എഡ്യൂക്കേഷൻ സെന്ററിനെയും എല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണം. परमेश्वर उनके बिजनेस को और उनके एजुकेशन सेंटर को आशीष करिए. ഇന്ന് രാത്രികാൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട എല്ലാ വിശ്വാസികളെയും ദൈവമക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. परमेश्वर आज शाम के समय परमेश्वर की उस पवित्र आत्मा की आवाज को सुने हुए हर व्यक्ति को हर एक लोगों को परमेश्वर आपके नाम से हम आशीष करते हैं. ദൈവത്തിന്റെ മർമ്മങ്ങളെ ആഴമായി ഗ്രഹിപ്പാൻ അവർ കൃപ നൽകണമേ. परमेश्वर आपके उस गहराई को समझने के लिए उनको कृपा വരുന്ന ആഴ്ചകൾ അവരെല്ലാവരെയും കൂട്ടിവരുത്തുമാറാകണമേ. अगले हफ्ते भी आने वाले दिनों में उनको और इकट्ठा करिए ഇനിയും അനേക ഇതിനെ കടന്നുകൊള്ളുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണം. और ज्यादा लोग इसमें शामिल होने के लिए मदद അങ്ങനെ करिए. प्रभु ആത്മാവ് അവരെ കൂട്ടിവരുത്തണം. आपकी आत्मा उनको लेके आई, അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण കർത്താവ് करते പ്രാർത്ഥന നടന്നാൽ സ്തോത്രം हैं. ചെയ്യുന്നു. आपने हमारी प्रार्थनाओं को सुनी है इसलिए धन्यवाद. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപ തോന്നണമേ യേശുവേ നല്ല यीशु പിതാവേ. मसीह के नाम से हमने प्रार्थना मांगा, सुनो और कबूल करो हमारे स्वर्गीय पिता. ആമേൻ. आमीन. ഹല്ലേലൂയ. हालेलुया. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको बहुत आयत से आशीष करने पाए. जूम खोलना आशीष हमेशा और है जूम खोल इसमें कौन कौन जूम खोल जूम खोल जूम खोल बंद मत करो, बंद नहीं